കല്യാണ സദ്യകളിൽ ഓലൻ്റെ പ്രാധാന്യം കുറച്ചൊന്നുമല്ല. ആ സുന്ദരൻ ഓലനെ നമുക്കൊന്ന് തയ്യാറാക്കിയാലോ, വെറും 15 മിനിറ്റ് കൊണ്ട്. അതിനായി പച്ചക്കായ, പച്ചമുളക്, പയർ, കുമ്പളങ്ങ, 2 തേങ്ങ എന്നിവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കുമ്പളങ്ങയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത്. ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് കുമ്പളങ്ങയ്ക്കുള്ള പ്രാധാന്യം അത്ര കൂടുതലാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളായി, അതായത് ഒരു പ്രത്യേക രീതിയിൽ കഷ്ണങ്ങളായി മുറിച്ചിടുന്നു. കായ അതിൻ്റെ തൊലി കളഞ്ഞ് വട്ടത്തിൽ മുറിച്ചിടുന്നു. കായയുടെ കറ കളയുന്നതുകൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്, മറ്റൊന്നും കൊണ്ടല്ല. കറയുണ്ടാകുമ്പോൾ നമ്മുടെ ഓലൻ്റെ രുചി അത്രയങ്ങ് ദഹിക്കില്ല. അതുകൊണ്ട് പച്ചക്കായ തൊലി കളഞ്ഞ ശേഷം കുറച്ചൊന്ന് ഉപ്പുവെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ കറ കളയുന്നു. തുടർന്ന് പയർ മുറിച്ചിട്ടു, അതുപോലെ തന്നെ പച്ചമുളക് മുറിച്ചിട്ടു. ഇതൊക്കെ ഒരു പാത്രത്തിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇട്ടതിന് ശേഷം നേരെ അടുപ്പത്തേക്ക് വെച്ചു. ഉപ്പൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രധാനമാണ് കേട്ടോ. മറ്റൊന്നുമല്ല, ഉപ്പ് അധികമാവാതെ സൂക്ഷിക്കണം. കാരണം ഈ ഓലൻ്റെ രുചിയിരിക്കുന്നത് നമ്മുടെ തേങ്ങാപ്പാലിലാണ്. വെറും 1/2 കപ്പ് വെള്ളം മാത്രമേ ഞാൻ ഈ പച്ചക്കറിയിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ. അടുപ്പത്ത് വെച്ച് 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ടാവും. ഈ സമയത്തിനുള്ളിലാണ് നമ്മുടെ ഓലനെ സുന്ദരനാക്കുന്ന തേങ്ങാപ്പാലിൻ്റെ പണിയിലേക്ക് നമ്മൾ പോകുന്നത്. ഈ തേങ്ങാപ്പാലിൻ്റെ പണിയെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് പലരും ഈ ഓലനുണ്ടാക്കാൻ മടിക്കുന്നതും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 മുറി തേങ്ങയാണ്. ഒരു തേങ്ങയും അതിൻ്റെ 1/2 മുറിയുമാണ്. ഇത് നന്നായി ചിരകിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തു കേട്ടോ. മറ്റൊന്നും കൊണ്ടല്ല, കൈ കൊണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് പണിയാണല്ലോ, അതൊന്ന് എളുപ്പമാക്കാമെന്ന് കരുതി മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം കൈകൊണ്ട് പിഴിഞ്ഞാണ് ഞാനിവിടെ തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷേ നമ്മളെപ്പോഴും നമ്മുടെ ആരോഗ്യമല്ലേ നോക്കേണ്ടത്. നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യം നമ്മുടെ കയ്യിലാണല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് കരുതി, തേങ്ങ കൊണ്ട് തന്നെ തേങ്ങാപ്പാൽ എടുക്കാമെന്ന് കരുതി. അതാവുമ്പോൾ നമുക്ക് ചുരുങ്ങിയ ചിലവിൽ കാര്യവും നടക്കും. ഞാൻ എന്ത് ചെയ്തു, തേങ്ങാപ്പാലെടുത്ത് ഈ സമയം കൊണ്ട് നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. എന്താ ഒരു കൃത്യത! കൃത്യം 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായി വെന്ത് വന്നു. അതൊന്നും ഞാൻ കയ്യിലിട്ട് ഇളക്കുമ്പോഴേക്കും മനസ്സിലായി വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടെന്ന്. തുടർന്ന് നമ്മുടെ ഈ തേങ്ങാപ്പാൽ സുന്ദരനെ ആ ഓലനിലേക്ക് അങ്ങ് ഒഴിച്ചു. ആ ഒഴിക്കുമ്പോഴുള്ളൊരു മണമില്ലേ, ആഹാ എന്താ ഒരു അന്തസ്സ്! ആ മണത്തോടു കൂടി നന്നായി ഒന്ന് ഇളക്കിയ ശേഷം വീണ്ടും ഒന്ന് മൂട് അടച്ചുകൊണ്ട് അടുപ്പത്തേക്ക് വെച്ച് വെറും ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ തേങ്ങാപ്പാലോട് കൂടി നമ്മുടെ ഈ പച്ചക്കറി കൂട്ട് ഗുളുഗുളാ തിളച്ചു വന്നു. ഇപ്പോഴാണ് നമ്മുടെ ആ ഒരു ഓലൻ്റെ ഒരു ഗംഭീര മണം വരാൻ തുടങ്ങിയിരിക്കുന്നത്. കുറച്ചെടുത്ത് ഞാനൊന്ന് ആ ചൂടോടെ രുചിച്ച് നോക്കി. എന്താ ഒരു രുചി! അപ്പോഴാണ് ചെറിയ എന്തോ ഒരു ആളെ കുറഞ്ഞു പോയതായി എനിക്ക് തോന്നിയത്. മറ്റാരുമല്ല, നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ്. ഈ തിളച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഓലനിലേക്ക് കുറച്ച് പച്ചനെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ, വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പറയാനേ ഇല്ല. നമ്മുടെ ആ ഒരു ഓലൻ്റെ രുചി അതിഗംഭീരം തന്നെ. നന്നായി തിളച്ച ഈ ഓലനിലേക്ക് ഞാൻ ഈ പച്ചനെയ്യും കൂടി ചേർത്ത് നേരെ വാങ്ങി വെച്ചു. എന്താ എത്ര വേഗം! വെറും 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഓലൻ റെഡിയായി കഴിഞ്ഞു കേട്ടോ. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണേ. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറയാനുള്ളത് മറ്റൊന്നുമല്ല, നമ്മുടെ ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് കുമ്പളങ്ങ. അതുകൊണ്ട് തന്നെ ഈ ഒരു കുമ്പളങ്ങ ഉപയോഗിച്ചുകൊണ്ട് എന്തുണ്ടാക്കിയാലും വളരെ നല്ലതാണ് കേട്ടോ. എന്നാൽ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.